ധനുഷും സ്നേഹയും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് പോയിട്ട് ഇവിടുന്ന് ഒരുമിച്ച് അതിനു വേണ്ടി ഇറങ്ങുക പോലുമില്ല. അതിന് ചേച്ചി സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ചേച്ചിയുടെ മനസ്സിൽ അത്രയ്ക്ക് പൊസസീവ്നെസ്സാ. ഇനി ഒരു പ്രയോജനവും ഇല്ലാത്ത ആ പൊസസീവ്നെസ് കൊണ്ട് ചേച്ചി നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവരുടെ വിവാഹം കഴിഞ്ഞാ എല്ലാം കണ്ടും കേട്ടും ചേച്ചിക്ക് അറ്റാക്ക് വരും. അന്ന് ആ കുഞ്ഞ് അബോർഷനായി പോയില്ലായിരുന്നെങ്കിൽ ചേച്ചി എന്ത് ചെയ്തേനെ? ചേച്ചി ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നടക്കുമ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ സ്നേഹയുമായി പുതിയൊരു ജീവിതം തുടങ്ങുന്നത് കണ്ട് ചേച്ചിക്ക് ഭ്രാന്തായി പോകുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ ചേച്ചിയോട് ഇപ്പോഴും ഞാൻ പറയുന്നത്. ധനുഷ് ചേച്ചിയെ ചതിക്കും. എന്താ, ശരിയല്ലേ? ആര് ചതിച്ചാലും ആര് കൂടെ നിന്നാലും എന്റെ ലക്ഷ്യങ്ങൾ വേറെയാ. അത് തന്നെയാണ് നിന്റെയും. അതിനിടയ്ക്ക് എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുത്താനും തളർത്താനും അല്ല വരേണ്ടത്. എനിക്കിപ്പോ അങ്ങനൊരു ലക്ഷ്യമില്ല. കാരണം സേതു അങ്കിള് നന്ദേട്ടനൊന്നും എന്റെ അച്ഛനെ ചതിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിറവേറ്റാൻ പറ്റാത്ത ആ ലക്ഷ്യം ചേച്ചിയെ മറക്കണം. അങ്ങനെ ചതിച്ചുവെങ്കിൽ എനിക്കും ചേച്ചിക്കും ഇങ്ങനൊരു ജീവിതം ഇവിടെയുള്ളവര് തരില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പറയുന്നതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ബാക്കിയൊക്കെ മറന്നിട്ട് ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. നീ ഇതും പറഞ്ഞു വന്നപ്പോഴൊക്കെ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് തന്നെ ഇപ്പോഴും എന്റെ മറുപടി. മുൻപ് പറഞ്ഞപ്പോഴൊക്കെ അതിൽ ചേച്ചിക്കെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ അത് പറയുമ്പോ ചേച്ചിക്കും സംശയമുണ്ട് അതൊക്കെ നടക്കുമെന്ന്. എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഈ വിവാഹം മാത്രമാണ്. സ്വന്തമായി സ്നേഹിച്ച കാമുകൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും ചേച്ചിയുടെ മനസ്സിലില്ല. ഒരു ചതിയന് മനസ്സും ശരീരവും കൊടുത്ത് എന്റെ ചേച്ചി ഒരു വിഡ്ഢിയാകുമായിരുന്നു ഇതുവരെ. എന്ന് പറഞ്ഞ ഈ കുടുംബം തകർക്കാൻ ആരെങ്കിലും വന്ന് കൂടെ നിൽക്കാന്ന് പറഞ്ഞ അവർക്ക് ശരീരം വരെ കൊടുക്കാൻ എന്റെ ചേച്ചി തയ്യാറാകൂ എന്നർത്ഥം. എന്താ തല്ലുന്നില്ലേ? എനിക്കറിയാം തല്ലില്ലാന്ന്. കാരണം ഞാൻ പറഞ്ഞത് സത്യം. എന്നെങ്കിലും ഇവിടെയുള്ളവരൊക്കെ ഈ കഥകളൊക്കെ അറിയുമ്പോ അവരും കരുതുന്നത് ഇത് തന്നെയായിരിക്കും. നന്ദേട്ടനെ ചതിച്ചതിന് ഈശ്വരൻ തന്ന ശിക്ഷയാണ് ഇതെന്ന് കരുതി സമാധാനിച്ചാ മതി. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. പലതും തുടങ്ങുന്നതേ ഉള്ളൂ.